ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. നമുക്കിന്നൊരു വെണ്ടയ്ക്കൻ്റെ മപ്പാസ് കറി റെഡിയാക്കി നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെണ്ടയ്ക്ക വേണം, 2 സവാള വേണം, തക്കാളി വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെയാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക പറ്റി ചെറുതാക്കി കട്ട് ചെയ്യണ്ട, അത്യാവശ്യം വലുതാക്കി തന്നെ കട്ട് ചെയ്യുക, കറി ഉണ്ടാക്കാനല്ലേ. പിന്നെ അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തു, സവാളയും ചെറുതാക്കി അരിയുക, പച്ചമുളക് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക, തക്കാളിയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങൻ്റെ 1-ാം പാൽ വേണം, 2-ാം പാലും വേണം. അപ്പോൾ തേങ്ങ ഇതുപോലെ തേങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങ കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ തേങ്ങ പാലായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാൽ എടുക്കുക, അങ്ങോട്ട് നമ്മൾ എടുത്തതിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിക്കുക. നമുക്കത് 2-ാം പാലായിട്ട് ഉപയോഗിച്ചാൽ കേട്ടോ. എണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മമ്പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അവിടെ കുക്കറവിടെ കാണുന്നത് കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കളറൊക്കെ മാറുന്ന വരെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെണ്ട എടുത്ത് മാറ്റിയിട്ടില്ല എണ്ണയൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ കുറച്ച് ചതച്ച് വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് അയക്കിടുക. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞ് വെച്ചതില്ലേ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള ഒന്ന് റെഡിയായി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ വെച്ച തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലൻ്റെ പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ലേശം മുളക് പൊടി മതി കേട്ടോ. മുളക് പൊടി അധികം ഇട്ടാൽ നമുക്ക് അതിൻ്റെ കളറ് മാറിപ്പോകും കറീൻ്റെ. അപ്പോൾ പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അതിലേക്ക് വെണ്ട ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ച വെണ്ടല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെണ്ട നമ്മൾ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു 10 മിനിറ്റ് നേരം അടിച്ച് വേവിച്ചെടുക്കുക. ആദ്യം ഒന്ന് പൊരിച്ചെടുത്തുകൊണ്ട് അധികം വേവില്ല, വെണ്ടയല്ലേ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്കയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ തൂമിക്കാനുള്ളതാണ് കേട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കണേ. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിട്ടിട്ട് തൂമിക്കാനുള്ള എണ്ണ വെച്ചിട്ട് നമുക്കത് തൂമിച്ചെടുക്കുക. ഇതിലേക്കില്ല തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെണ്ടക്കറിക്ക്. 1-ാം പാൽ ഒഴിക്കുമ്പോൾ തീ പറ്റ സിമ്മിലിടണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. മറ്റ് പിരിഞ്ഞു പോകും, കറി പിരിഞ്ഞു പോകും കേട്ടോ, പാലല്ല ഒഴിക്കുന്നത്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ തൂമിച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ തൂമിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തൂമിച്ച് വെച്ചതിന് ശേഷം അത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ അടച്ച് വെക്കുക. അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ് നമ്മൾ കറി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരെയൊക്കെ എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.